ശ്രീ ഖാദർ, ഇവിടെ നമുക്കറിയാം വേടൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസാണ് അത്. ഈ ഒരു കേസിന്റെ പേരിൽ മാത്രം റദ്ദ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല. നമുക്കറിയാം അദ്ദേഹം പറയുന്ന ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്, മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പറഞ്ഞ് നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞ് പിന്തുണയ്ക്കുന്നത്. അല്ല, ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നിയമപരമായ തെറ്റാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കാർഡ് ഇറക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഉൾക്കൊള്ളുക. നോക്കൂ, വേടന്റെ പാട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോ വണ്ടി ഓടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്നത്. വേടന്റെ റാപ്പ് കേട്ടോണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുള്ളത്. കാരണം ഞാൻ അയാളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അയാളെ വ്യക്തിപരമായി ഭയങ്കര താല്പര്യമുണ്ട്. ഈ അടുത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഞാൻ നെഞ്ചിലേറ്റുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ ഭയങ്കരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അയാൾ നിയമപരമായിട്ട് ഒരു തെറ്റ്, ഇപ്പോ ആസ് എ പേഴ്സൺ ഖാദറിനാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും തെറ്റാണല്ലോ. നമ്മൾ അതിന് ആ രീതിയിൽ കാണുക. അദ്ദേഹത്തിനെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹത്തിനെ വേദികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഏത് സമയം വരെ അയാളിൽ നിന്ന് വിമുക്തി നേടുന്നത് വരെ അയാൾക്ക് ഒരു തരത്തിൽ സമൂഹത്തിൽ നിന്ന് ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നത് നല്ലതാ, തെറ്റൊന്നുമില്ല. സമൂഹത്തിൽ നിന്ന് അയാൾ അതിൽ നിന്ന് വിമുക്തി നേടുന്നത് വരെ. കാരണം ലഹരി അപകടമാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ ലഹരി ഒരു വലിയ വില്ലനിസോ റോള് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ലഹരി അപകടമാണ്. അപ്പൊ അതിനെ വിമുക്തിയിലേക്ക് ഇപ്പൊ നോക്കൂ, സർക്കാർ എന്ത് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വിമുക്തി പോലെയുള്ള ഈ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി വിമുക്ത സംവിധാനങ്ങൾ ഇത് പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഈ പറയുന്ന വേടൻ വിമുക്തിയിലേക്ക് പോകുമോ, അതോ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് നമ്മളെ ചിന്ത കൊണ്ടുപോകുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന വേടന് ഡ്രഗ്സ് എത്തിച്ചു കൊടുത്തത് ആരാണ്? നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, കാലാകാലങ്ങളോളം ഇതിന്റെ ഉപഭോഗം കൂടുന്നു, ആളുകളുടെ എണ്ണം കൂടുന്നു, ഇതിന്റെ അപ്ഡേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിലൊരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് നമ്മൾ എത്തണം. നോക്കൂ, ഇത് ഷെയ്ൻ ടോമിൽ നിന്നില്ല, ശ്രീനാഥ് ബാസിയിൽ നിന്നില്ല, ഖാലിദ് റഹ്മാനിൽ നിന്നില്ല, വേടനിൽ നിൽക്കില്ല. ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നോക്കൂ, വേടൻ നല്ല കഴിവുള്ള, നല്ല പ്രാപ്തിയുള്ള, ശ്രീജിത്ത് പറഞ്ഞതുപോലെ വേടൻ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ വളരെ ക്ലിയർ ആയിട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ്. അയാളെ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു ടീമല്ല, മറിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ മതമോ ജാതിയോ ഒന്നുമില്ല. അയാളെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യരും അയാൾ ഇഷ്ടപ്പെടുകയാണ്. ആ ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേടൻ എന്ന് പറയുന്ന ഒരാൾ കഞ്ചാവ് കേസിൽ അകപ്പെട്ടു, അയാൾ ആ കുറ്റസമ്മതം നടത്തി, അയാൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളത് വിടുക. ഒരിക്കലും കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന ആളുകളെ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, വേടൻ പൊതുസമൂഹത്തിൽ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയത്തോട് വ്യക്തമായ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ആ താല്പര്യത്തിന്റെ പേരിൽ അയാളുടെ ഈ ലഹരി പരിപാടിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നോക്കൂ, സർക്കാർ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇവിടെ വിമുക്തി പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നില്ല ഈ സർക്കാരിന്റെ കീഴിലുള്ള ലഹരി വിമുക്ത സംവിധാനങ്ങളിലേക്ക് പോയിട്ട്, അതിപ്പോ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, പോയിട്ട് റിക്കവർ ചെയ്തിട്ട് വരുന്ന വളരെ ചുരുക്കം ചില കേസുകൾ മാത്രമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നുള്ളത്. ഇത് പൈസയുള്ളവന് പറ്റും, ഇല്ലാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എന്ത് ചെയ്യും? ഒരു വഴിയില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു കേസ് ഉണ്ടായി. ഞങ്ങള് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ 30,000 രൂപ കൊടുത്തിട്ടാണ് അയാളെ കൊടുത്തിട്ടുള്ളത്. റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, പുറത്തേക്ക് വരുമ്പോ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വേടന്റെ ഈ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം മാറ്റാം. നമുക്ക് തുറന്ന, എന്തിനാ നമ്മള് ഒരു പ്രശ്നം വരുമ്പോ ഈ വേദഗ്രന്ഥങ്ങളിലേക്ക്, ആരെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, പലതിലേക്ക് പോകുന്നത് എന്തിനാ? ഇപ്പൊ ഞാൻ പറയാം, വിശുദ്ധ ഖുർആനിലെ ഒറ്റ കാര്യം കൂടി പറയാം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, മൻ ഖതല നഫ്സിൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദത്തിൻ ഫിൽ അർള്. ഒരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നത് ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരും കൊല ചെയ്യപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ് ഈ വിശുദ്ധ ഖുർആനെ കാണിച്ചിട്ടാണ് ഇവിടെ തീവ്രവാദികൾ, നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ മതം ചോദിച്ച് കൊല്ലുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്.
അപ്പൊ ഇതൊന്നുമല്ല, നമ്മൾ പ്രാക്ടിക്കലി നിൽക്കേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയമം ഒരു രാജ്യത്തിന്റെ അകത്തുള്ള നിയമ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക, അതിനെ ബഹുമാനിക്കുക, ബാക്കിയൊക്കെ സെക്കൻഡറി ആയിട്ട് ശരി ശരി ശ്രീ മൃദുല ദേവി, അതാണ്